ചില താലികെട്ടുകൾ ഹൃദയങ്ങൾ തമ്മിലുള്ളതല്ല, വെറും ഉടമ്പടികൾ മാത്രമാണ്. 19-ാം വയസ്സിൽ അച്ഛൻ്റെ വാക്കിന് വഴങ്ങി മുകുന്ദൻ്റെ വധുവായി പടിയിറങ്ങുമ്പോൾ മാളവികയുടെ ഉള്ളിൽ ബാല്യകാലം മുതൽ കൂടെയുണ്ടായിരുന്ന ഹരിയുടെ ഓർമ്മകൾ മാത്രമായിരുന്നു. പ്രണയിച്ചവനെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവൾ. പക്ഷേ വിവാഹശേഷം അവൾക്ക് നേരിടേണ്ടി വന്നത് മുകുന്ദൻ്റെ ക്രൂരതകളും ചതികളുമായിരുന്നു. തകർന്നു പോയ മാളവികയുടെ മുന്നിലേക്ക് വിധി വീണ്ടും ഹരിയെ എത്തിക്കുന്നു. പക്ഷേ ഇത്തവണ അവൻ പഴയ പാവം അയൽവാസിയല്ല. തൻ്റെ അഭിമാനം വീണ്ടെടുക്കാൻ അവൾക്ക് മുകുന്ദൻ്റെ തടവറയിൽ നിന്ന് പുറത്തു കടക്കാനാകുമോ? കനൽ വഴികൾ താണ്ടി അവർക്ക് ഒന്നാകാൻ കഴിയുമോ? പ്രണയത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പകയുടെയും കഥ. ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ടായിരുന്നു. പന്തലിലെ തിരക്കുകൾക്കിടയിലും മാളവികയുടെ കണ്ണുകൾ വാതിലിലേക്കായിരുന്നു. ഇന്ന് അവളുടെ വിവാഹമാണ്. 19-ാം വയസ്സിൽ അച്ഛൻ കണ്ടെത്തിയ ആലോചന വേണ്ടെന്ന് വെക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. പക്ഷേ മനസ്സ് നിറയെ മറ്റൊരു മുഖമായിരുന്നു ഹരി. നാദസ്വരത്തിൻ്റെ അകമ്പടിയോടെ താലി കഴുത്തിൽ വീഴുമ്പോൾ അവൾ തിരിഞ്ഞത് പന്തലിൻ്റെ മൂലയിൽ തല താഴ്ത്തി നിന്നിരുന്ന ഹരിയെയായിരുന്നു. അവളുടെ ബാല്യകാല സുഹൃത്ത്. പറയാതെ പോയ പ്രണയം. വിരുന്നുകാരെല്ലാം പിരിഞ്ഞു തുടങ്ങിയപ്പോൾ ഹരി ഒരു ചെറിയ പൊതി അവൾക്ക് സമ്മാനമായി നൽകി. ഒരക്ഷരം പോലും മിണ്ടാതെ അവൻ പടിയിറങ്ങിപ്പോയി. മുകുന്ദൻ്റെ വലിയ തറവാട്ടിലേക്ക് മാളവിക വലതുകാൽ വെച്ച് കയറി. എല്ലാവരും സന്തോഷത്തിലാണെങ്കിലും മുകുന്ദൻ്റെ ഗൗരവം അവളെ ഭയപ്പെടുത്തി. മുകുന്ദൻ തികച്ചും പ്രായോഗികമായി ചിന്തിക്കുന്ന ഒരാളായിരുന്നു. രാത്രിയിൽ തനിച്ച് കിട്ടിയ നിമിഷം അവൾ ഹരി തന്ന ആ ഡയറി തുറന്നു. നീ പോകുന്ന വഴിയിൽ എന്നും പൂക്കൾ വിരിയട്ടെ എന്ന ആദ്യ വരി വായിച്ചപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ രഹസ്യം മുകുന്ദൻ അറിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നോർത്ത് അവൾ നടുങ്ങി. വിവാഹം കഴിഞ്ഞ് 1 മാസം പിന്നിട്ടു. മുകുന്ദനോടൊപ്പം ഒരു ബിസിനസ് പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയ മാളവിക അവിടെ ഒരാളെ കണ്ട് സ്തംഭിച്ചു പോയി. അവിടെ വെയിറ്ററായി ജോലി ചെയ്യുന്നത് ഹരിയായിരുന്നു. തൻ്റെ പ്രണയിനി ഒരു രാജ്ഞിയെപ്പോലെ നിൽക്കുമ്പോൾ അവൻ പ്ലേറ്റുകൾ അടുക്കുന്ന തിരക്കിലായിരുന്നു. അവനെ ആ നിലയിൽ കണ്ടപ്പോൾ മാളവികയുടെ ഉള്ള് പിടഞ്ഞു. മുകുന്ദൻ അവളെ പരിചയപ്പെടുത്താൻ ഒരാളെ വിളിച്ചപ്പോഴേക്കും ഹരി അവിടെ നിന്നും മാഞ്ഞു പോയിരുന്നു. പാർട്ടിക്ക് ശേഷം വീട്ടിലെത്തിയ മാളവികയ്ക്ക് സമാധാനം കിട്ടിയില്ല. ഹരി എന്തിനാണ് ആ ജോലി ചെയ്യുന്നത്? അവൻ്റെ പഠനം പാതി വഴിയിൽ നിലച്ചോ? പിറ്റേന്ന് മുകുന്ദൻ ഓഫീസിൽ പോയ സമയം നോക്കി അവൾ പഴയ വീട്ടിലെ അലൻ എന്ന സുഹൃത്തിനെ വിളിച്ചു. ഹരിയുടെ അച്ഛന് വലിയൊരു അപകടം സംഭവിച്ചെന്നും ശസ്ത്രക്രിയക്ക് പണം കണ്ടെത്താൻ അവൻ പഠനം നിർത്തി പാർട്ട് ടൈം ജോലികൾ ചെയ്യുകയാണെന്നും അവൾ അറിഞ്ഞു. അവളുടെ വിവാഹത്തിന് അവൻ സമ്മാനം വാങ്ങിയത് സ്വന്തം വാച്ച് വിറ്റ പണം കൊണ്ടാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ തകർന്നു പോയി. മാളവികയുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം മുകുന്ദൻ ശ്രദ്ധിച്ചു തുടങ്ങി. അവൾ എപ്പോഴും എന്തിനോ വേണ്ടി ആകുലപ്പെടുന്നത് പോലെ. ഒരു ദിവസം ജോലി കഴിഞ്ഞ് നേരത്തെ എത്തിയ മുകുന്ദൻ കണ്ടത് മാളവിക ഹരിയുടെ ഡയറി നോക്കി കരയുന്നതാണ്. അവൻ പിന്നിൽ വന്നു നിൽക്കുന്നത് അവൾ അറിഞ്ഞില്ല. ആരുടെ ഡയറിയാണിത് മാളവിക? മുകുന്ദൻ്റെ ഗൗരവത്തിലുള്ള ചോദ്യം കേട്ട് അവൾ ഞെട്ടെഴുന്നേറ്റു. അവളുടെ കയ്യിൽ നിന്നും ആ ഡയറി താഴെ വീണു. മുകുന്ദൻ ആ ഡയറി കൈക്കലാക്കി. മാളവികയുടെ ഹൃദയമിടിപ്പ് നിലയ്ക്കുന്നത് പോലെ തോന്നി. അവൻ ഓരോ പേജും വേഗത്തിൽ മറിച്ചു. ഹരിയുടെ കവിതകളും പ്രണയവചനങ്ങളും മുകുന്ദൻ്റെ മുഖത്ത് ദേഷ്യം പടർത്തി. ഇതാണോ നിന്റെ പാതിവൃത്യം? എൻ്റെ താലി കഴുത്തിൽ കിടക്കുമ്പോൾ മറ്റൊരുത്തൻ്റെ ഓർമ്മകളും പേറി കരയുകയാണോ നീ? മുകുന്ദൻ്റെ അലർച്ച ആ വലിയ വീടിൻ്റെ ചുവരുകളിൽ പ്രതിധ്വനിച്ചു. മാളവികയ്ക്ക് മറുപടി ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അത് വിശ്വാസവഞ്ചനയാണെന്ന് അവൾക്കും തോന്നി തുടങ്ങി. പക്ഷേ ഹരിയോടുള്ളത് വെറുമൊരു പ്രണയമായിരുന്നില്ല, അതൊരു തിരിച്ചറിവായിരുന്നു. അന്നത്തെ സംഭവത്തിന് ശേഷം മുകുന്ദൻ മാളവികയെ വീടിന് പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല. അവളുടെ ഫോൺ അവൻ പിടിച്ചു വാങ്ങി. മുകുന്ദൻ്റെ അമ്മയും സഹോദരിയും അവളെ കുറ്റപ്പെടുത്താൻ മത്സരിച്ചു. നല്ല തറവാട്ടിൽ നിന്ന് വന്നതാണെന്ന് കരുതി ഇതിപ്പോൾ അങ്ങാടിയിൽ നിൽക്കുന്നവൻ്റെ പിന്നാലെയാണല്ലോ നിന്റെ മനസ്സ്, മുകുന്ദൻ്റെ അമ്മ പരിഹസിച്ചു. എന്നാൽ മാളവികയെ വേദനിപ്പിച്ചത് അതൊന്നുമല്ല. ആ ഡയറി മുകുന്ദൻ വലിച്ചു കയറി മുറ്റത്തെ തീക്കുണ്ടത്തിലെറിഞ്ഞതായിരുന്നു. അവളുടെ ഏക സമ്പാദ്യം ചാരമായി മാറുന്നത് അവൾ നിസ്സഹായയായി നോക്കി നിന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഹരിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും മാളവികയ്ക്ക് ലഭിച്ചില്ല. എന്നാൽ നഗരത്തിലെ പുതിയ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിൻ്റെ സൈറ്റ് സൂപ്പർവൈസറായി ഹരിക്ക് ജോലി ലഭിച്ചു. ആ പ്രൊജക്റ്റിൻ്റെ ഉടമ മുകുന്ദനായിരുന്നു.
എന്നതായിരുന്നു വിരോധാഭാസം. ഹരി അത് അറിഞ്ഞിരുന്നില്ല. സൈറ്റിൽ വെച്ച് മുകുന്ദനും ഹരിയും മുഖാമുഖം കണ്ടു. ഹരിയുടെ കണ്ണുകളിലെ ആത്മവിശ്വാസം മുകുന്ദനെ ചൊടി പിടിപ്പിച്ചു. തൻ്റെ ഭാര്യയുടെ കാമുകൻ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നു എന്ന സത്യം മുകുന്ദനെ ഒരു ക്രൂരമായ പ്ലാനിലേക്ക് നയിച്ചു. മുകുന്ദൻ ഹരിയോട് വളരെ മാന്യമായി പെരുമാറാൻ തുടങ്ങി. അവനെ വിശ്വസിപ്പിച്ച് വലിയൊരു തുകയുടെ കണക്കുകൾ കൈകാര്യം ചെയ്യാനേൽപ്പിച്ചു. മാളവിക ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം മുകുന്ദൻ ബോധപൂർവം മാളവികയെ കൂട്ടി സൈറ്റിലേക്ക് പോയി. അവിടെ വിയർപ്പൊഴുക്കി ജോലി ചെയ്യുന്ന ഹരിയെ അവൾ കണ്ടു. അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി. ഹരിയുടെ കണ്ണുകളിൽ വേദനയായിരുന്നില്ല, മറിച്ച് നീ സുഖമായിരിക്കുന്നല്ലോ എന്ന ആശ്വാസമായിരുന്നു. പക്ഷേ ആ നിമിഷം മുകുന്ദൻ്റെ ചിരി ഭയപ്പെടുത്തുന്നതായിരുന്നു. പെട്ടെന്നാണ് കമ്പനിയിൽ നിന്ന് 5 ലക്ഷം രൂപ കാണാതായത്. എല്ലാ തെളിവുകളും ഹരിക്കെതിരായിരുന്നു. മുകുന്ദൻ ഹരിയെ പോലീസിലേൽപ്പിച്ചു. ഹരി സത്യം വിളിച്ചു പറഞ്ഞെങ്കിലും ആരും വിശ്വസിച്ചില്ല. മാളവിക, നിന്റെ ആ പഴയ സുഹൃത്ത് ഇപ്പോൾ ജയിലിലാണ്. നിന്റെ പ്രണയം ഒരു കള്ളനോടായിരുന്നല്ലോ, മുകുന്ദൻ പരിഹാസത്തോടെ പറഞ്ഞു. മാളവികയ്ക്ക് ഉറപ്പായിരുന്നു ഹരി അത് ചെയ്യില്ലെന്ന്. അവൾ ആദ്യമായി മുകുന്ദനോട് എതിർത്തു സംസാരിച്ചു. അത് ആ വീട്ടിൽ വലിയൊരു കലാപത്തിന് തുടക്കമിട്ടു. മാളവികയെ സഹായിക്കാൻ മുകുന്ദൻ്റെ തന്നെ ചെറിയ സഹോദരൻ വരുൺ മുന്നോട്ട് വന്നു. മുകുന്ദൻ്റെ ക്രൂരതകൾ വരുണിന് അറിയാമായിരുന്നു. വരുൺ വഴി ഹരിക്ക് ജാമ്യം കിട്ടാനുള്ള വഴി മാളവിക രഹസ്യമായി ഒരുക്കി. തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ അവൾ വരുണിനെ ഏൽപ്പിച്ചു. ഹരി നിരപരാധിയാണ്, അവനെ രക്ഷിക്കണം, അവൾ അപേക്ഷിച്ചു. ഈ രഹസ്യ നീക്കം മുകുന്ദൻ അറിഞ്ഞാൽ മാളവികയുടെ ജീവിതം അവസാനിക്കുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഹരി ജയിൽ മോചിതനായി. പക്ഷേ അവന് നഗരത്തിൽ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായി. മുകുന്ദൻ അവനെ നശിപ്പിക്കാൻ ഗുണ്ടകളെ ഏർപ്പാടാക്കി. ഹരിക്ക് നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നു. പോകുന്നതിന് മുൻപ് അവൻ വരുണിനെ കണ്ട് ഒരു കാര്യം പറഞ്ഞു. മാളവിക അവിടെ സുരക്ഷിതയല്ല. മുകുന്ദൻ അവളെ സ്നേഹിക്കുന്നില്ല, അവൻ അവളെ ഭരിക്കുകയാണ് ചെയ്യുന്നത്. ഈ സന്ദേശം വരുൺ മാളവികയ്ക്ക് കൈമാറി. മുകുന്ദന് മറ്റൊരു ബന്ധമുണ്ടെന്ന് മാളവിക അവിചാരിതമായി കണ്ടുപിടിച്ചു. ബിസിനസ് ആവശ്യങ്ങൾക്കെന്ന പേരിൽ അവൻ ബാംഗ്ലൂരിൽ മറ്റൊരു സ്ത്രീയോടൊപ്പം താമസിക്കുകയായിരുന്നു. താൻ ഇത്രയും കാലം അനുഭവിച്ച പീഡനങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും യാതൊരു അർത്ഥവുമില്ലെന്ന് അവൾക്ക് തോന്നി. സ്വന്തം തെറ്റുകൾ മറച്ചു പിടിക്കാനാണ് മുകുന്ദൻ അവളെ തളച്ചിട്ടിരുന്നത്. മാളവികയിൽ ഒരു പുതിയ കരുത്തുദിക്കുകയായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ മുകുന്ദൻ മദ്യപിച്ചെത്തി അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. എന്നാൽ പഴയ മാളവികയല്ല അവനെ നേരിട്ടത്. അവൾ അവൻ്റെ മുഖത്ത് നോക്കി അവൻ്റെ രഹസ്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ഇനി താലിക്ക് എൻ്റെ കഴുത്തിൽ സ്ഥാനമില്ല. അവൾ താലി പൊട്ടിച്ചെറിഞ്ഞു. ആ രാത്രിയിൽ ആരും തുണയില്ലാതെ അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് ഭയമുണ്ടായിരുന്നില്ല. മാളവിക സ്വന്തം വീട്ടിലേക്ക് പോയില്ല. കാരണം അച്ഛൻ അവളെ സ്വീകരിക്കില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ നേരെ പോയത് നഗരത്തിലെ ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലേക്കാണ്. കയ്യിലുണ്ടായിരുന്ന ചെറിയ തുക വെച്ച് അവൾ ജോലി അന്വേഷിച്ചു തുടങ്ങി. മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഒരു പ്രമുഖ ആർക്കിടെക്ചർ ഫീമെയിൽ ഇൻ്റർവ്യൂവിന് പോയ മാളവിക അവിടെ ഒരാളെ കണ്ടു. അത് ഹരിയായിരുന്നു. പക്ഷേ പഴയ ഹരിയല്ല, സ്റ്റൈലിഷായ വലിയൊരു കമ്പനിയുടെ പാർട്ട്ണറായ ഹരി. വിധി മാറ്റിവെച്ച കൂടിക്കാഴ്ച. ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ഹരിയെ കണ്ടപ്പോൾ മാളവികയുടെ കണ്ണുകൾ വിശ്വസിക്കാനായില്ല. പഴയ തളർന്ന രൂപമല്ല, നിശ്ചയദാർഢ്യമുള്ള ഒരു ബിസിനസ്സുകാരനായി അവൻ മാറിയിരിക്കുന്നു. ഹരിയും ഞെട്ടിപ്പോയി. പക്ഷേ അവൻ പ്രൊഫഷണലായി പെരുമാറി. അവൾക്ക് ജോലി ലഭിച്ചു. ഇവിടെ നീ സുരക്ഷിതയായിരിക്കും. ഇൻ്റർവ്യൂവിന് ശേഷം ഹരി അവളോട് ഇത്രമാത്രം പറഞ്ഞു. അവർക്കിടയിൽ പഴയ പ്രണയത്തേക്കാൾ വലിയൊരു മതിൽ മൗനമായി ഉണ്ടായിരുന്നു. ഓഫീസിലെ ജോലികൾക്കിടയിൽ മാളവിക ഒരു കാര്യം മനസ്സിലാക്കി. ഹരിയുടെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ കഠിനാധ്വാനം മാത്രമായിരുന്നില്ല. മുകുന്ദൻ തകർക്കാൻ ശ്രമിച്ചപ്പോൾ അവനെ കൈപിടിച്ചുയർത്തിയത് മുകുന്ദൻ്റെ തന്നെ ബിസിനസ് ശത്രുക്കളായിരുന്നു. അവർക്ക് മുകുന്ദൻ്റെ അഴിമതികൾ പുറത്തു കൊണ്ടുവരണമായിരുന്നു. ഹരി ഇപ്പോൾ അതിനുള്ള കരുത്ത് നേടിയിരിക്കുന്നു. ഹരി ഇപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല എന്ന സത്യം മാളവികയുടെ ഉള്ളിൽ ഒരു ചെറിയ മിന്നലായി കടന്നുപോയി. മാളവിക ജോലിക്ക് പോകുന്നത് മുകുന്ദൻ അറിഞ്ഞു. അവൻ ഓഫീസിലെത്തി ബഹളമുണ്ടാക്കാൻ ശ്രമിച്ചു. എൻ്റെ ഭാര്യയെ തിരിച്ചയക്കണം. അവൻ ഹരിയുടെ ക്യാബിനിൽ കയറി അലറി. എന്നാൽ ഹരി ശാന്തനായിരുന്നു. അവൻ മുകുന്ദൻ്റെ മുന്നിലേക്ക് ചില രേഖകൾ നീക്കി. മുകുന്ദൻ്റെ കമ്പനി നടത്തിയ നികുതി വെട്ടിപ്പുകളുടെയും ബിനാമി ഇടപാടുകളുടെയും തെളിവുകളുണ്ടായിരുന്നു. അത് മാളവിക ഇപ്പോൾ നിന്റെ തടവുകാരിയല്ല. നീ ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഈ രേഖകൾ പോലീസിന് കൈമാറും.
ഹരിയുടെ വാക്കുകളിൽ തീയായിരുന്നു. മുകുന്ദൻ തോറ്റു പിന്മാറി. പക്ഷേ മാളവികയ്ക്ക് ഹരിയുടെ സഹതാപം വേണ്ടായിരുന്നു. ഹരി, നീ എന്നെ സഹായിക്കുന്നത് പഴയ ഓർമ്മകൾ കൊണ്ടാണെങ്കിൽ എനിക്ക് ഈ ജോലി വേണ്ട, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. ഹരി അവളോട് അന്ന് ആദ്യമായി മനസ്സിൽ തുറന്നു. മാളു, ഇത് സഹതാപമല്ല. നിനക്ക് ജീവിക്കാനുള്ള കരുത്തുണ്ടെന്ന് എനിക്കറിയാം. നീ നിന്റെ കാലിൽ നിൽക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൾ ജോലിയിൽ തുടർന്നു. മാളവിക നിയമപരമായി വിവാഹമോചനത്തിന് അപേക്ഷിച്ചു. മുകുന്ദൻ ആദ്യം എതിർത്തുവെങ്കിലും ഹരിയുടെ കയ്യിലുള്ള തെളിവുകൾ അവനെ നിശബ്ദനാക്കി. മാസങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ അവൾ സ്വതന്ത്രയായി. കോടതിക്ക് പുറത്ത് വെച്ച് അവൾ മുകുന്ദനെ കണ്ടു. നിന്റെ പണം കൊണ്ട് നിനക്കെല്ലാം വാങ്ങാം മുകുന്ദൻ, പക്ഷേ സമാധാനം വാങ്ങാൻ കഴിയില്ല, അവൾ തല ഉയർത്തി പറഞ്ഞു നടന്നു. ഹരിയുടെയും മാളവികയുടെയും ജീവിതത്തിലേക്ക് വരുൺ വീണ്ടും കടന്നു വന്നു. അവൻ മുകുന്ദന്റെ ക്രൂരതയ്ക്ക് സാക്ഷ്യം പറഞ്ഞ ആളാണ്. വരുൺ ഹരിയോട് രഹസ്യമായി പറഞ്ഞു. ഹരി, മാളവിക ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ നിന്റെ ജീവിതം നശിപ്പിക്കുമോ എന്ന പേടിയിലാണ് അവൾ അകന്നു നിൽക്കുന്നത്. ഹരി ഒരു കാര്യം തീരുമാനിച്ചു. തൻ്റെ പഴയ വീടിൻ്റെ മതിലിനരികിൽ ആ ചുവന്ന റോസാച്ചെടി വീണ്ടും പൂത്തു നിൽക്കുന്നത് കാണാൻ മാളവിക പോയി. അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഹരി. അവൻ്റെ കയ്യിൽ ഒരു പഴയ ചുവന്ന റോസാപ്പൂ ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ പഴയ ലോകത്തേക്ക് തിരിച്ചു പോയാലോ മാളു, അവൻ ചോദിച്ചു. പക്ഷെ മാളവിക മടിച്ചു നിന്നു. ഹരി, ഞാൻ ഒരുപാട് മാറിയിരിക്കുന്നു. നിന്റെ ജീവിതത്തിലേക്ക് ഒരു ഭാരമായി വരാൻ എനിക്ക് വയ്യ. നീ ഭാരമല്ല മാളു, നീ എൻ്റെ ശ്വാസമാണ്. ഹരി അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. നമ്മൾ ഒരുപാട് വർഷങ്ങൾ നഷ്ടപ്പെടുത്തി. ഇനി ഒരു നിമിഷം പോലും എനിക്ക് നിന്നെ പിരിഞ്ഞു നിൽക്കാൻ വയ്യ. മാളവികയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഹരിയുടെ നെഞ്ചിലേക്ക് ചായുമ്പോൾ ആ പഴയ പ്രണയം പുതുമയോടെ പൂത്തുലഞ്ഞു. ഇത്തവണ ആഡംബരങ്ങളില്ലായിരുന്നു. പന്തലുകളോ ആയിരക്കണക്കിന് അതിഥികളോ ഇല്ലായിരുന്നു. ഒരു ചെറിയ ക്ഷേത്രത്തിൽ വെച്ച് ഹരി മാളവികയുടെ കഴുത്തിൽ താലി കെട്ടി. ഇത് അച്ഛൻ കണ്ടെത്തിയ ബന്ധമല്ല, ജീവിതം തന്നെ അവർക്കായി കരുതി വെച്ച ബന്ധമായിരുന്നു. മാളവികയുടെ അച്ഛൻ ദൂരെ നിന്ന് അത് കണ്ടു. കണ്ണീർ വാർക്കുന്നുണ്ടായിരുന്നു. മകളുടെ സന്തോഷമായിരുന്നു ഏറ്റവും വലുതെന്ന് അദ്ദേഹം വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം മാളവികയും ഹരിയും തങ്ങളുടെ പുതിയ വീട്ടിലെ ബാൽക്കണിയിലിരിക്കുകയാണ്. അവരുടെ കുഞ്ഞുമകൾ മുറ്റത്തെ റോസാച്ചെടികൾക്കിടയിൽ കളിക്കുന്നു. പഴയ ഡയറി മാളവികയുടെ കയ്യിലുണ്ട്. അവൾ അതിൽ പുതിയൊരു വരി കൂടി ചേർത്തു. ചില പരിണയങ്ങൾ മനുഷ്യർ തീരുമാനിക്കുന്നു, ചിലത് കാലം തീരുമാനിക്കുന്നു. കാലം തീരുമാനിച്ചത് ഒരിക്കലും തെറ്റാറില്ല. ദൂരെ നഗരത്തിൽ മുകുന്ദൻ ഒറ്റപ്പെട്ടു പോയെങ്കിലും മാളവികയുടെയും ഹരിയുടെയും ലോകം പ്രണയം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. മഞ്ഞുതുള്ളിയും കനൽ വഴിയും കടന്ന് അവർ സ്നേഹത്തിൻ്റെ അനന്തമായ തീരത്തെത്തി.